ഇസ്രയേലിനൊപ്പമുള്ള ശത്രുക്കൾക്കെതിരെ ആണവായുധം പ്രയോഗിക്കുക തുടങ്ങി നിർണായക തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇറാൻ എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. മാത്രമല്ല, നിലവിലെ ഈ സാഹചര്യത്തിൽ ഇസ്രയേലിനോട് തോറ്റു നിൽക്കുകയാണ് ഇറാൻ എന്ന വിലയിരുത്തലും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ വിലയിരുത്തൽ തെറ്റാണെന്നും ഇറാൻ ഒരു അവസരത്തിനായി കാത്തു നിൽക്കുകയാണെന്നും അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം അന്ത്യഘട്ടത്തിലേക്ക് കഴിഞ്ഞുവെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇറാൻ തോറ്റു നിൽക്കുകയാണ്, ഹിസ്ബുള്ളയും ഹമാസും ആയുധം വെച്ച് കീഴടങ്ങി തുടങ്ങിയ വാർത്തകളും സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്നുണ്ട്. നിലവിൽ അമേരിക്ക മുൻകൈ എടുത്തുകൊണ്ടാണ് ലെബനനായി ഒരു വെടിനിർത്തൽ കരാർ പ്രധാനമായും കൊണ്ടുവന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്നത് പശ്ചിമേഷ്യയുടെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക, അതിനോടൊപ്പം തന്നെ ട്രംപ് അധികാരത്തിൽ വന്നാൽ ഈ യുദ്ധങ്ങൾ അവസാനിപ്പിക്കൽ ഇടപെടാനുള്ള സാധ്യതകളും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് നിയുക്ത പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് ലഭിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിലവിലെ പ്രസിഡന്റായ ജോ ബൈഡൻ വെടിനിർത്തൽ കരാർ പെട്ടെന്ന് നടത്തിയെന്ന് വരുത്താനുള്ള ശ്രമങ്ങളാണെന്നാണ് വിലയിരുത്തുന്നത്. പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ ഇതാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ വെടിനിർത്തൽ കരാർ എന്നത് ഹിസ്ബുള്ളയുടെ പരാജയമായി കാണാൻ കഴിയില്ല എന്നതും നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. ഹിസ്ബുള്ള പ്രധാനമായും അക്രമങ്ങൾ നടത്തിയത് ഗാസയ്ക്ക് വേണ്ടിയായിരുന്നു. പാലസ്തീനിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് നിലനിന്നിരുന്നത്. പക്ഷേ ഇസ്രായേൽ തങ്ങളുടെ ജനങ്ങൾ സമാധാനപരമായി ഉറങ്ങുന്നത് വരെ യുദ്ധം തുടരുമെന്നും ഹിസ്ബുള്ളയുടെ അന്ത്യമായെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇക്കഴിഞ്ഞ 1-2 മാസങ്ങൾക്ക് മുമ്പ് വരെ ഹസൻ നസറുടെ കൊലപാതകത്തിന് പിന്നാലെ ലെബനിലേക്ക് അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയതും. ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പ്രത്യാക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തിയത്. നെതന്യാഹുവിന് നേരെ പോലും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് സമാധാനമില്ല, മാത്രമല്ല യുദ്ധത്തിൽ യാതൊരുവിധ നേട്ടവും ഉണ്ടാക്കാനും അവർക്ക് കഴിയുന്നില്ല. പലയിടങ്ങളിൽ നിന്നും വലിയ തിരിച്ചടികൾ അവർ നേരിട്ടു. മാത്രമല്ല, ഇസ്രായേൽ സൈനികർ പലയിടങ്ങളിലും വെച്ചും ആക്രമിക്കപ്പെടുകയും കൊലപ്പെടുകയും ചെയ്തിരുന്നു. ലോകത്തിന് മുന്നിൽ തന്നെ നാണം കെടുന്ന അവസ്ഥയിലേക്കാണ് അവർ യഥാർത്ഥത്തിൽ വന്നെത്തിയത്. തുടർന്നായിരുന്നു ഇസ്രായേൽ അമേരിക്കയുടെ സഹായത്തോടുകൂടി വെടിനിർത്തലിലേക്ക് പ്രധാനമായും പോയത്. എന്നാൽ വെടിനിർത്തൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ തന്നെ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാറുകൾ തുടർച്ചയായി ലംഘിക്കുകയും ചെയ്തിരുന്നു. 52 വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ വീണ്ടും യുദ്ധത്തിലേക്ക് പോകാനുള്ള കളമൊരുക്കിയത് ഇസ്രായേൽ തന്നെയാണ്. ഇതിനെ തുടർന്നായിരുന്നു ഹിസ്ബുള്ള തിരിച്ചടികൾ നടത്തിയതും. പ്രത്യാക്രമണങ്ങൾ നടത്തുമ്പോൾ ഇറാൻ എന്തുകൊണ്ട് ഇതിൽ പ്രതികരിക്കുന്നില്ല, നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യം വലിയ തോതിൽ ഉയർന്നിരുന്നു. ഇറാന് ഭയമാണെന്നും ഇറാനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന തരത്തിൽ പ്രചരണങ്ങളും നടന്നിരുന്നു. എന്നാൽ ഇറാൻ എന്തുകൊണ്ട് ഇതിൽ പ്രതികരിക്കാത്തത് എന്നതിന് വ്യക്തമായ കാരണമാണിപ്പോൾ ഫ്രാൻസിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഫ്രാൻസിൽ നിന്നുള്ള മാധ്യമങ്ങളൊന്നുമല്ല, ഫ്രാൻസിലെ രഹസ്യാന്വേഷണ മേധാവിയുടെ തന്നെ ഒരു മുന്നറിയിപ്പായിട്ടാണ് ഇത് പുറത്തു വന്നത്. ഇറാന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവായുധം സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് രഹസ്യാന്വേഷണ മേധാവി നിക്കോളാസ് ലെർണർ വെളിപ്പെടുത്തുന്നത്. ഇറാൻ മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവായുധം സ്വന്തമാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫ്രാൻസിനെയും ബ്രിട്ടനെയും സംബന്ധിച്ച് ഇറാന്റെ ആണവ പദ്ധതി എന്നത് ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്നാണ്. മാത്രമല്ല, ഈ ഭീഷണിയെ നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും ഫ്രാൻസിന്റെ ഇന്റലിജൻസ് മേധാവി വ്യക്തമാക്കിയിരുന്നു. ഈ കാര്യങ്ങൾ ഒന്നും തന്നെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. കാരണം 2018 മുതൽ തന്നെ യുറേനിയൻ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രവർത്തനങ്ങൾ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണെന്ന് ശക്തമായ സംശയങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ, അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉയർത്തിയിരുന്നു. മാത്രമല്ല, 2018 ഇറാനുമായുള്ള ആണവ കരാർ അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറുകയും ചെയ്തു. എന്നാൽ ഇറാൻ റഷ്യ ഉൾപ്പെടെയുള്ള സഹായത്തോടുകൂടി ആണവ സമ്പുഷ്ടീകരണവും ആണവായുധം നിർമ്മിക്കാനുള്ള നീക്കങ്ങളും സജീവമായി ചെയ്യുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ റഷ്യയും ഇറാനും തമ്മിൽ നല്ല ബന്ധത്തിലാണുള്ളത്. മാത്രമല്ല, റഷ്യ ആണവായുധങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നും അത് പ്രയോഗിക്കാൻ തങ്ങളെ നിർബന്ധിക്കരുതെന്നും നിരന്തരമായി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനാൽ തന്നെ ഇറാന്റെ ആണവായുധ സമ്പുഷ്ടീകരണ സാധ്യതകൾ എങ്ങനെയാകുമെന്ന് തുറന്നു കാട്ടുന്നതാണ് ഈ കാര്യം. കൂടാതെ ഇറാന്റെ ഒരു ആണവായുധ പ്ലാന്റ് തകർക്കുകയും അതുപോലെ തന്നെ ബ്രസീലിൽ സുലൈമാനി എന്ന അവരുടെ സൈനിക തലവനെ കൊലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഇറാൻ ആണവായുധം സ്വന്തമാക്കുമോ എന്നാണ്. അതിനാൽ ഇങ്ങനെ ഒരു ചരിത്രവും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഫ്രാൻസിന്റെ അന്വേഷണ മേധാവി തന്നെ ഇറാൻ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് വെളിപ്പെടുത്തുന്നത്. അതിനാൽ തന്നെ ഇസ്രയേലിന് ഇത് സൃഷ്ടിക്കുന്ന ഭയം ചെറുതല്ല. ഇസ്രയേൽ വെടിനിർത്തൽ കരാറിലേക്ക് പ്രധാനമായും പോയത് ഹിസ്ബുള്ളയിൽ നിന്നുള്ള വെല്ലുവിളികൾ, ആക്രമണങ്ങളൊക്കെ അവസാനിപ്പിക്കുക, അതിന് തൊട്ടു പിന്നാലെ ലെബനനിൽ വീണ്ടും ആക്രമണം ശക്തമാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് 52 വെടിനിർത്തൽ കരാർ ലംഘനങ്ങളാണ് ഇസ്രയേൽ പ്രധാനമായും നടത്തിയത്. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ഏതാണ്ട് ഇറാനും ഇതേ സ്ട്രാറ്റജി തന്നെയാണ് ഉപയോഗിക്കുന്നതാണ്.